ഈശോയിൽ ഒത്തിരി സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒത്തിരി സന്തോഷത്തോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വചന സന്ദേശവുമായി വന്നിരിക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 41 അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ അതിന്റെ തലക്കെട്ടിങ്ങനെയാണ്: ജോസഫ് ഈജിപ്തിന്റെ അധിപനാകുന്നു. 45 വാക്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അവൻ ജോസഫിന് സാഫ്നത്ത് ഫാനയ എന്ന് പേരിട്ടു. ഈ വചനങ്ങൾ വായിച്ചു പോകുമ്പോൾ 45 വാക്യത്തിലെത്തിയപ്പോൾ എന്റെ കണ്ണുകൾ അവിടെ ഒന്ന് ഉടക്കി. അവൻ ജോസഫിന് സാഫ്നത്ത് ഫാനയ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ട മക്കളെ, സാഫ്നത്ത് ഫാനയ ഈജിപ്തിലെ ഒരു പേരാണത്. അതിന്റെ അർത്ഥം ദൈവം പറയുന്നു, അവൻ ജീവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 41 അധ്യായത്തിൽ അതിന്റെ 37 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നു, ജോസഫ് ഈജിപ്തിന്റെ അധിപനായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 37 അധ്യായം മുതൽ ജോസഫ് എന്ന സഹോദരൻ മറ്റ് സഹോദരങ്ങളാൽ വെറുക്കപ്പെടുന്നു. പിന്നീട് മീദിയാൻകാർക്ക് വിൽക്കപ്പെടുന്നു. അടുത്തത് പൊത്തിഫറിന്റെ ഭാര്യയാൽ കുറ്റം ചാർത്തപ്പെടുന്നു. പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. പിന്നീട് തടവുകാരനാക്കപ്പെടുന്നു. ആരും അവനെ മനസ്സിലാകാതെ പോകുന്നു. അവൻ തടവുകാരനാൽ തന്നെ പിന്നീട് ചതിക്കപ്പെടുന്നു. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അവൻ സ്വന്തം ദൈവത്തെ തള്ളിപ്പറയുന്നില്ല. ദൈവം എന്തൊക്കെ പ്രചോദനങ്ങൾ അവന് കൊടുക്കുന്നുണ്ടോ ആ പ്രചോദനങ്ങൾ അനുസരിച്ച് അവൻ ജീവിക്കുന്നു. ദൈവത്തിന്റെ പദ്ധതികൾ എല്ലാം നടപ്പിലാവട്ടെ. ആത്മീയ ഭൗതിക മേഖലകളിൽ എന്തൊക്കെ ദൈവം തന്നെ കുറിച്ച് പദ്ധതിയിട്ടിട്ടുണ്ടോ അവയെല്ലാം നടപ്പിലാവട്ടെ എന്ന് അവന് പ്രാർത്ഥനയുണ്ടായിരുന്നു. അവൻ ഒരിക്കൽ പോലും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെ 41 അധ്യായത്തിൽ അതിന്റെ 38 വാക്യത്തിൽ ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ജോസഫിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന മറ്റൊരു മനുഷ്യനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമോ? വിജാതീയനായ ഫറവോ, അവൻ യഹൂദനല്ല, വിജാതീയനായ ഫറവോയുടെ അധരത്തില് ദൈവം വച്ചുകൊടുക്കുന്ന വാക്കുകളാണിവ. ഫറവോ ജോസഫിനെ കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലൊരു മനുഷ്യനെ കണ്ടെത്തുവാൻ നമുക്ക് കഴിയുമോ? എന്നിട്ട് ഈ ഫറവോ തന്നെയാണ് അവനൊരു പേര് കൊടുത്തത്. അവൻ ജോസഫിന് സാഫ്നത്ത് ഫാനയ എന്ന് പേരിട്ടു. അതിന്റെ അർത്ഥം ദൈവം പറയുന്നു, അവൻ ജീവിക്കുന്നു. ദൈവം പറയുന്നത് പോലെ അവൻ ജീവിച്ചപ്പോൾ ഒരു വിജാതീയൻ പോലും അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്, ഇവൻ ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നവനാണ്, ഇവന്റെ ജീവിതത്തിൽ ഇവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, ഇവനെ വിശ്വസിക്കാം, ഇവന്റെ ദൈവം ഇവന്റെ കൂടെയുണ്ട്. നമ്മുടെ കൂടെയുള്ളവർ നമ്മെ കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുമോ? ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂട്ടുകാരൻ. സത്യ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അയൽവാസി. എന്നോടൊപ്പം ജോലി ചെയ്യുന്ന എൻ്റെ ഈ ക്രിസ്ത്യാനിയായ സഹോദരൻ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന വ്യക്തിയാണ്. വീണ്ടും എൻ്റെ അയൽവാസി, എന്നോടൊപ്പം ജോലി ചെയ്യുന്ന മറ്റു വ്യക്തികൾ പറയുമോ, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന വ്യക്തിയായതിനാൽ ഇവൻ ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്നു. ദൈവം എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം ഇവൻ ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, സാധ്യമാവട്ടെ, കൃപ ലഭിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് നമ്മിൽ ആവസിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിക്കട്ടെ. ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കുവാൻ, ദൈവം പദ്ധതിയിടുന്നവയെല്ലാം ജീവിക്കുവാൻ നമുക്ക് സാധ്യമാവട്ടെ, നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് യു.